ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളന്ന് വന്നിട്ടുള്ളത് പതിവ് പോലെ കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഫുൾ മാർക്കും വാങ്ങണം, വാങ്ങിയില്ലെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നം തന്നെയാണ്. പരീക്ഷയ്ക്ക് സമയമുണ്ട്, ഇനിയുള്ള ദിവസങ്ങൾ കളയരുത്. നന്നായിട്ട് എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. 4 ദിവസമേ ഇനി പരീക്ഷയ്ക്കുള്ളൂ എന്നുണ്ടെങ്കിലും ആ 4 ദിവസവും നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് നമ്മളുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ടെൻഷനില്ലാതെ പഠിക്കുക. നല്ല ടെൻഷനിലാണ് എന്നറിയാം, ടെൻഷൻ ഒഴിവാക്കുക. ടെൻഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന സമയത്തും ഇതേ ടെൻഷൻ നമുക്കുണ്ടാവും അല്ലേ. ആ ടെൻഷൻ ആക്ച്വലി നമുക്ക് അറിയുന്ന ചോദ്യങ്ങളെ നമ്മുടെ കണ്ണിൽ കാണാത്ത രീതിയിലേക്ക് മറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഒരു എക്സാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു വല്ലാത്തൊരു പിടപ്പായിരിക്കും, ഒരു ടെൻഷനായിരിക്കും. ആ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന ചോദ്യങ്ങൾ കാണാത്ത ഒരവസ്ഥയിലേക്കും അറിയുന്ന ചോദ്യങ്ങളിൽ ഉത്തരങ്ങളിലേക്ക് എത്താത്ത ഒരവസ്ഥയിലേക്കും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ആദ്യം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു 2-3 പേജിലുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ അറിയണമെന്നില്ല. അങ്ങനെ തന്നെ കരുതിക്കൊള്ളുക. ഒരു 10-12 ചോദ്യങ്ങൾ, നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ചോദ്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് കാണാം. അങ്ങനെ ആ ഒരു പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ സ്വാഭാവികമായിട്ടും ടെൻഷൻ അടിക്കും. അങ്ങനെ ടെൻഷൻ അടിച്ചാൽ അത് ആ പരീക്ഷ ഫുൾ ആ 1.5 മണിക്കൂറും നമ്മൾ എന്തായിരിക്കും? ടെൻഷനിൽ തന്നെയായിരിക്കും. അങ്ങനെ ടെൻഷൻ ആവുമ്പോൾ നമ്മൾ OMR കറുപ്പിക്കുന്ന സമയത്ത് മാറിപ്പോവാനുള്ള സാധ്യതകളുണ്ട് അല്ലേ. അതുപോലെ തന്നെ പുറത്തേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ചിന്തിക്കാനുള്ള ശേഷി നമുക്ക് നഷ്ടപ്പെട്ടു പോകും. വായിച്ചത് ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ ചിലപ്പോൾ സാധിക്കാതെ പോകും അല്ലേ. ശരിയല്ലാത്തത് ഏത് എന്ന് ചോദിക്കും. പക്ഷെ നമുക്ക് ആ അല്ലാത്തത് ഏത് എന്നുള്ള ആ വേർഡ് നമ്മുടെ മനസ്സിൽ കാണാതെ, നമുക്ക് കണ്ണിൽ കാണാതെ പോകുന്ന അറിയുന്ന ചോദ്യങ്ങൾ തെറ്റിച്ചു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ടെൻഷൻ ഒഴിവാക്കുക. ടെൻഷൻ എന്തല്ല, ഒരു സൊല്യൂഷൻ അല്ല. ടെൻഷൻ ഇല്ലാതെ പഠിക്കുക, സമയം വേസ്റ്റ് ചെയ്യാതിരിക്കുക. ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? പാർലമെന്ററി ഭരണ സമുദായം, നിയമവാഴ്ച, സംയുക്ത വ്യവസ്ഥ, എഴുതപ്പെട്ട ഭരണഘടന. 1, 2 എന്നിവ, 1, 2, 4 എന്നിവ, 2, 4 എന്നിവ, 1, 2, 3, 4 എന്നിവ. കിട്ടിയില്ലേ? രണ്ടാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടാത്ത പർവ്വതനിര ഏതാണ്? ഹിമാചൽ, കാരക്കോറം, ലഡാക്ക്, സസ്കർ. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ഏത്? 853, 57, 852, 858. ഉത്തരം കമന്റ് ചെയ്യുക. നാലാമത്തെ ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? AK ഗോപാലൻ, K കേളപ്പൻ അല്ലെ, VS സുബ്രഹ്മണ്യ അയ്യർ, T സുബ്രഹ്മണ്യ തിരുമുമ്പ്. ഇങ്ങനെയാണ് ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് വരാം. പൊതുജനവികാരം അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിൻ്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ മറ്റൊന്നുമല്ല. ഏത് ദേശീയ നേതാവാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചപ്പോൾ ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്? നെഹ്റു, മോത്തിലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു, മോത്തിലാൽ നെഹ്റു, CR ദാസ്, സുഭാഷ് ചന്ദ്രബോസ്. ആറാമത്തെ ചോദ്യം, ശുദ്ധവായു, ശുദ്ധജലം, അതുപോലെ തന്നെ മതിയായ പോഷകാഹാരം എന്നിവ ഏത് അവകാശത്തിൻ്റെ ഭാഗമാണ്? സമത്വത്തിനുള്ള അവകാശം, ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായുള്ള അവകാശം. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യമായ ആദിത്യ L1 വിക്ഷേപിച്ചത് വർഷമാണ് ചോദിച്ചത്. മാസവും ഡേറ്റും അറിഞ്ഞാലേ ഉത്തരത്തിൽ എത്താൻ പറ്റുള്ളൂ. 2023 ഓഗസ്റ്റ് 23, 2023 സെപ്റ്റംബർ 2, 2023 ഓഗസ്റ്റ് 10, 2023 സെപ്റ്റംബർ 24. എട്ടാമത്തെ ചോദ്യം, സുരക്ഷാ വാൽവ് സിദ്ധാന്തം അഥവാ സേഫ്റ്റി വാൽവ് തിയറി ഏത് സംഘടനയുടെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോം റൂൾ പ്രസ്ഥാനം, ഗദ്ദാർ പാർട്ടി, അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ്. ഒൻപതാമത്തെ ചോദ്യം, തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാര്? രാമകൃഷ്ണപിള്ള, G സുബ്രഹ്മണ്യ അയ്യർ, ഗോപാലകൃഷ്ണ ഗോഖലെ, വക്കം അബ്ദുൽ ഖാദർ മൗലവി. പത്താമത്തെ ചോദ്യം, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്, നെൽസൺ ഗുപ്ത, പട്ടാഭി സീതാരാമയ്യ,
JB കൃപലാനി. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു എന്നാണ് ചോദ്യം. ഓക്കെ അല്ലേ? 10 ചോദ്യമാണ് നമ്മൾ നോക്കിയത്. ഉത്തരങ്ങൾ പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷത. പാർലമെന്ററി ഭരണ സമ്പ്രദായം, നിയമവാഴ്ച, സംയുക്ത വ്യവസ്ഥ, എഴുതപ്പെട്ട ഭരണഘടന. അപ്പോൾ 1 2 1 2 4 2 4 1 2 3 4. ഉത്തരം എന്താ? 4 വരും. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ചുവടെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടാത്ത പർവ്വതനിര ഏതാണ്? ഹിമാചൽ, കാരക്കോറം, ലഡാക്ക്, സസ്കർ. കാരക്കോറം, ലഡാക്ക്, സസ്കർ ട്രാൻസ് ഹിമാലയത്തിൽ വരും. ഹിമാചൽ അല്ല. അപ്പോൾ ഹിമാചൽ. ഇന്ത്യയിൽ റെയിൽവേ ഗതാഗതം ആരംഭിച്ചത് എപ്പോഴാണ്? 1853 നാലാമത്തെ ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ. അഞ്ചാമത്തെ ചോദ്യം, പൊതുജന വികാരം അതിന്റെ പാരമ്യത്തിലെത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിന്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ മറ്റൊന്നുമല്ല. നിസ്സഹകരണ പ്രസ്ഥാനം ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിർത്തലാക്കി. ആര്? ഗാന്ധിജി പിൻവലിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുഭാഷ് ചന്ദ്രബോസ് ആണ് കേട്ടോ. സുഭാഷ് ചന്ദ്രബോസ് ആണ്. ആറാമത്തേത്, ശുദ്ധവായു, ശുദ്ധജലം, മതിയായ പോഷകാഹാരം എന്നിവ ഏത് അവകാശത്തിന്റെ ഭാഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ്. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1 2023 സെപ്റ്റംബർ 2 നാളികേര ദിനം. എട്ടാമത്തെ ചോദ്യം, സുരക്ഷാ വാൾവ് സിദ്ധാന്തം ഏത് സംഘടനയുടേതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഒൻപതാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ രാജവാഴ്ചയുടെ അഴിമതികളും അനീതികളും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ പെട്ടെന്ന് ഓടിക്കറി രാമകൃഷ്ണപിള്ള കൊടുക്കരുത് അല്ലേ? ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി. പത്താമത്തെ ചോദ്യം, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണോ? നെൽസൺ ഗുപ്തയാണോ? പട്ടാഭി സീതാരാമയ്യയാണോ? JB കൃപലാനിയാണോ? JB കൃപലാനി. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ JB കൃപലാനി. 10 ചോദ്യങ്ങളാണ്. എത്ര എണ്ണം നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്? ഏതൊക്കെയാണ് ശരിയായത്? ഏതൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഫുൾ മാർക്കും വാങ്ങണം. ഇവിടെ ഒന്നും മാർക്ക് പോകാനുള്ള ഒരു ചോദ്യവും ഇല്ല. ഓക്കെ അല്ലേ? താങ്ക് യു.